ഓണം പഴയ കാലത്ത് ഭരണാധികാര തലത്തിൽ ആഘോഷിച്ചത് രാജാക്കന്മാരാണ്. ഭരണാധികാരത്തിൻ്റെ രീതിയിൽ ജനങ്ങൾ ഓണം ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ രാജവാഴ്ചയുടെ കാലത്ത് ഇവർ അതിൽ ഒരുപാട് ആചാരങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ നടത്തുമായിരുന്നു. തിരുവിതാംകൂർ രാജവംശമായിരുന്നു ഈ ഓണം ആഘോഷിക്കുന്നതിൽ മുന്നിട്ട് നിന്നത്, ഈ ആചാരങ്ങളും മറ്റുമൊക്കെ. തിരുക്കൊച്ചി സംയോജനം 1949 ആയതോടുകൂടി ഈ രാജാക്കന്മാരുടെ ഈ ഓണാഘോഷങ്ങളൊക്കെ അങ്ങ് നിന്നു. അത്തച്ചമയവും അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു അന്നത്തത്. പിന്നീട് ഐക്യ സംസ്ഥാനം ഉണ്ടാവുകയും കേരള സംസ്ഥാനം ഉണ്ടാവുകയും അപ്പോഴും പിന്നീട് ഈ ഓണത്തിനോട് ഭരണതലത്തിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല. 1961 ആദ്യമായി ഈ ഓണത്തിനെ ദേശീയ ഉത്സവമാക്കി പ്രഖ്യാപിച്ചത്. അന്ന് പട്ടം താണുപിള്ളയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. പിന്നീട് 1980 ഇന്നത്തെ രൂപത്തിലുള്ള ആധുനിക രൂപത്തിലുള്ള ടൂറിസം വാരാഘോഷത്തിൻ്റെ ഭാഗമായുള്ള ഓണം വന്നത്. ഘോഷയാത്രയും അതുപോലെയുള്ള മറ്റു പല പദ്ധതികളും അതാണ് ഇന്നും തുടരുന്നത്. ഇ കെ നയനാരായിരുന്നു അന്ന് മുഖ്യമന്ത്രി 1980.